നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം അവസാനിച്ചിരിക്കുകയാണ്. പോലീസ് വകുപ്പിനും സമഗ്രമായ പദ്ധതികളാണ് വി.ഡി. സതീശന്റെ ബജറ്റിലുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലഹരി മാഫിയക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനും മുൻഗണന നൽകി ബജറ്റിൽ പോലീസ് ഡിവിഷനായി വിപുലമായ പ്രഖ്യാപനങ്ങളുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സർക്കാർ സീറോ ടോളറൻസ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷയ്ക്കും ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്കും ഊന്നൽ നൽകുന്ന ബജറ്റിൽ മകൾക്കൊപ്പം സുരക്ഷാ പദ്ധതിയാണ് ഏറ്റവും പ്രധാനമായും വന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ മകൾക്കൊപ്പം എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. കൂടുതൽ വനിതാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ നിയമിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതികളിൽ ഉടനടി പരിഹാരം കാണുന്നതിനായി കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ വനിതകളെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയമിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപനം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരള പോലീസ് ആരംഭിച്ച വിപുലമായ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിനായി ബജറ്റിൽ 10 കോടി രൂപയാണ് വകയിരുത്തിയത്. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ജയിൽ നവീകരണത്തിനും തടവുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രത്യേക പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസ് വിഭാഗത്തിന് വേണ്ടി സമഗ്രമായ കാര്യങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾക്കൊപ്പം പദ്ധതി തന്നെയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഒരുക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറി ശ്രമം നടത്തിയാൽ അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും കർക്കശമായ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞു. ഭരണ നിർവഹണം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാഴി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നി രക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും.